അതിന്റെ ആവശ്യമില്ല. സാധനമൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. എന്നാ ഒരു കാര്യം ചെയ്, സാധനം വാങ്ങാൻ മുമ്പോ വീട്ടിന്റെ ദേവാ, ഞാൻ പൈസ എവിടെ തന്നോളാം. പൈസ ആന്റി തരണമെന്നില്ല, അത് ഞാൻ ഏട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളാം. എന്ത്? നീ എന്താ പറഞ്ഞ? ഏട്ടന്റെ ഫോണിൽ ഗൂഗിൾ പേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ എല്ലാ മാസവും ആന്റി ബാങ്കിൽ പോയി ചെക്ക് മാറണമെന്നില്ല. ഏട്ടന്റെ ചെലവിനുള്ള പൈസ ഇനി മുതൽ ഞാൻ കൊടുത്തോളാം. രാകേഷേ, നീ എവിടെയുള്ളത്? വീട്ടിൽ അച്ഛനുണ്ടോ? ആണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പറമ്പിലേക്ക് വാ. ആ ശരി, എന്നാ പെട്ടെന്ന് വരണേ. ആ അതല്ലായിരുന്നു ആദ്യം ഞാൻ പറഞ്ഞത്, അവനെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്കല്ലായിരുന്നു ധൃതി. ഒരു പാവം വീട്ടിലെ പെണ്ണാണ്, അടങ്ങി ഒതുങ്ങി ഇരുന്നോളം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ഇവൾ ഇത്രമാത്രം ഏറിയവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്റെ അമ്മയ്ക്ക് ആദ്യമായിട്ടൊരു തെറ്റ് പറ്റിയടാ. അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ടാ, അല്ലാണ്ട് ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്യില്ല. ഇനി അവളെ വിട്ടുവിടമേ, എന്താ നമ്മളെ ചെയ്യാ? നീ പറഞ്ഞത് ശരിയാ, ഇനി അവൾ ഇങ്ങനെ വിട്ടുവിടാം. ഇന്നെന്നെ തീർത്തുകള. അവനെപ്പോഴാ വീട്ടിൽ നിന്ന് പോവുക? അവനില്ലാത്ത സമയത്ത് ചെയ്യരുത്, അവനുള്ളപ്പോൾ ചെയ്യണം. എന്നാലും കേസ് അവന്റെ തലയ്ക്ക് വരും. അവൻ ഇപ്പൊ വീട്ടിലുണ്ടാകും, മിക്കവാറും ബോധമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും. ഇതാണ് പറ്റിയ സമയം. മോനെ സൂക്ഷിക്കണേ, ഒരു തെളിവ് നിന്റെ മേലെ ഉണ്ടാവരുത്. നീ എന്താ ഇവിടെ?
അത് കണ്ണേട്ടാ, അമ്മ പറഞ്ഞു ചേച്ചി ഇന്ന് മുതൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും സാധനം വേണോ പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വിട്ടതാ. അത് വേണ്ട രാകേഷേ, അത് ഞങ്ങൾ പോയി വിളിച്ചോളാം. ആ ചേച്ചി ഇത് താഴെ വീണെടുത്ത ശരിയാണ് കേട്ടോ. ആ പിന്നെ രാകേഷേ, ഞാൻ ഇന്ന് രാത്രി ആ കാറിന്റെ കീ ഒന്ന് കൊണ്ടുവരോ? നാളെ മുതൽ ഇവിടെ കോളേജിൽ പോവാ. അപ്പൊ ഞാൻ കൊണ്ടാക്കാൻ വേണ്ട. അതിനെന്താ കണ്ടോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവിടാ. പിന്നെ നിനക്ക് കാറിന്റെ അത്യാവശ്യം ഉണ്ടോ? ഇല്ല, എനിക്ക് ബൈക്ക് ഉണ്ടല്ലോ, അത് മതി. ശരിടാ. ആ ശരി. ഏട്ടാ, ആ മുരിങ്ങൊന്ന് പറിച്ചു തരുമോ? എനിക്ക് എത്തുന്നില്ല. എടാ, പെട്ടെന്ന് ഇത് നിർത്താൻ കഴിയുന്നില്ല. ഞാൻ പോയിട്ട് ഒരു ബീർ അടിച്ചു തരട്ടെ? എന്റെ ഏട്ടാ, ഇത് ജനിച്ചപ്പോ തുടങ്ങിയൊന്നല്ലോ. ഏട്ടനായിട്ടൊരു ദുശീലുണ്ടാക്കി അത് ഏട്ടനായിട്ട് നിർത്താന്ന് വിചാരിച്ചാ മതി. പിന്നെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അച്ഛൻ നേരത്തെ നടത്തിയ ഒരു ഫാം ഇല്ലേ, അത് നമുക്കൊന്ന് റീഓപ്പൺ ചെയ്താലോ? അത് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റുള്ളൂ. അതെന്താ പറ്റാണ്ട്? ഏട്ടന് MBA കഴിഞ്ഞതല്ലേ, പിന്നെ അച്ഛന്റെ കഴിവ് ഏട്ടന് കിട്ടാതിരിക്കോ? റീഓപ്പൺ ചെയ്യാല്ലേ? പിന്നല്ലാതെ. ഏട്ടനോട് നിക്ക്, ഞാൻ ഒരു ചായ എടുത്തിട്ട് വരാം. ഞാൻ ചായ എടുക്കാം, നീ പഠിക്കാതെ. മോളെ, നീ എന്താ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നത്? ഇടയ്ക്കൊന്ന് വീട്ടിലേക്കൊക്കെ വാ. ആ പെണ്ണൊന്നും അവിടെ ഇല്ലാലോ. ആ ശരി. അമ്മ ദൂരെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ അതിന്റെ അടുത്താണ് നമ്മുടെ താരനെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വരിക ഞാൻ. അയ്യേ, സ്നേഹം കൊണ്ട് വരുമൊന്നുമല്ല. ആ പെണ്ണിനൊരു കള്ളുകൂടിനാണല്ലോ കൊടുത്തിരിക്കുന്നത്. അവൾ അവിടെ ഇരുന്ന് കരണ് നേരിട്ട് കാണാൻ വേണ്ടി വരിക. ആ വിശേഷങ്ങളൊക്കെ ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ എല്ലാം വൈകുന്നേരം വിളിച്ച് പറഞ്ഞു തരാം. ആ ശരി എന്നാ ശരി. എവിടെയാണല്ലേ പെണ്ണിനെ കൊടുത്തിരിക്കുന്നത്? ഏതാ വീട്? ഇതല്ലേ വീട്? ആ പെണ്ണല്ലേ അവിടെ ഇരിക്കുന്നത്? പെണ്ണങ്ങ് നന്നായി പോയോ? ഇല്ല, എനിക്ക് തോന്നുമായിരിക്കുമല്ലേ. ഇനി താരേ. ആ ഇതാരെ, ഇളയമ്മയോ? വാ ഇളയമ്മേ, കേറിയിരിക്കാനൊന്നും സമയമില്ല. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ നിന്നെ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. എന്തായാലും ഇത്രയും ദൂരം വന്നല്ലേ ഇളയമ്മേ. ഇളയമ്മ കേറിയിരിക്കേ, ഞാൻ ഒരു ചായ എടുക്കാം. അല്ലടി കൊച്ചേ, നിന്റെ ഭർത്താവ് അവിടെ പോയി? കുടിക്കാൻ പോയിട്ടുണ്ടാവൂലേ? ഞാൻ ഇപ്പൊ ചായ എടുത്തിട്ട് വരാം. പെണ്ണ് കരഞ്ഞു ഒട്ടി ഉണങ്ങിയിട്ടുണ്ടാകും പറഞ്ഞിട്ട് വന്നതാണല്ലോ. അപ്പൊ പെണ്ണ് കുറച്ച് തുടുത്ത പോലെ ഉണ്ടല്ലോ. എന്താ കള്ളൂടിനല്ല, ജീവിതം പോയില്ലേ? അങ്ങനെ തന്നെ വേണം. പെണ്ണിപ്പോ എന്തൊക്കെയാ പഠിക്കുന്നത്? വീണ്ടും തുടങ്ങിയോ പഠിത്തം? അല്ല, ഞങ്ങൾക്ക് കുറച്ച് പോരാ. ഞങ്ങൾ ഫാമിലേക്ക് അപ്പൊ ഒരു 100 അടുത്ത് വേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരിട്ട് വരാം. എന്നിട്ട് സംസാരിക്കാം. ആ ശരി. ഏട്ടാ, ഇളയമ്മ വന്നിട്ടുണ്ട്. നിന്റെ ഇളയമ്മ വന്നോ? അപ്പൊ അവർക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഏട്ടാ, ഞാനിവിടെ വിഷമിച്ചിരിക്കുന്ന കാണാൻ വന്നായിരിക്കും. വന്നപാടെ ഏട്ടൻ കുടിക്കാൻ പോയോന്നാ ചോദിച്ചത്. ഓ അങ്ങനെയല്ലേ.
എന്തായാലും ഞാൻ അവരെ ഡീൽ ചെയ്യാം. നീ ആ പോയി ചായ എടുത്തോ. എന്താണ് വന്നിട്ട് പുറത്തന്നെ ഇരിക്കുന്ന? അകത്തേറി ഇരിക്കേ. പ്രാന്തനെ പോലുന്ന ചെക്കനാണല്ലോ. ഇപ്പൊ കുടിയൊക്കെ നിർത്തി നന്നായോ? എന്താണ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? അല്ല, നിന്റെ അമ്മായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഫുൾ ടൈം തണ്ണിയാണെന്ന്. ഇപ്പൊ ഒന്നും കുടിക്കലൊന്നുമില്ലേ? കുടിയൊക്കെ ഉണ്ടായിരുന്നു ഇളയമ്മേ. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്റെ ജീവിതം അങ്ങ് മാറ്റിക്കളഞ്ഞു. എന്തായാലും ഈ കല്യാണത്തിന് ഇളയമ്മ സമ്മതിച്ചിട്ടുണ്ടല്ലോ, അതിന് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നായിരുന്നു. ഹലോ, ആണോ? നാളെ തന്നെ അല്ലേ? ആ ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. പിന്നെ നിന്റെ പാസ്പോർട്ടിന്റെ കാര്യം റെഡി ആക്കി, നാളെ തന്നെ പോകാൻ പറഞ്ഞിട്ടോ. ഇവൾക്ക് പാസ്പോർട്ടോ? നിങ്ങൾ എവിടെ പോവുക? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഹണിമൂണിന് പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു രാജസ്ഥാൻ, കുളു, മണാലിയൊക്കെ മതി. പക്ഷെ ഇവൾക്ക് ഒരേ നിർബന്ധം ദുബായി പോയത്. അപ്പൊ പാസ്പോർട്ട് വന്നിട്ടാണ് വിസ എടുക്കാൻ. 1 മാസം ദുബായിലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് അബുദാബി, സിംഗപ്പൂർ, മലേഷ്യ എപ്പോഴാണ്. എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അതുണ്ടാവും. ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ ഇളയമൻ, തല കറങ്ങുന്നുണ്ടോ? അകത്ത് വന്ന് കിടന്നോ? ഇനി ഇവിടെ ഇരുന്നാ ഞാൻ ബോധം കെട്ട് വീഴും. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. ഇളയമ്മേ, ഇനി ബസ്സിൽ പോവാൻ നിൽക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഡ്രൈവറിനെ വിടാം, ഇവിടെ കാറുണ്ട്. ഇവിടെ കാറും ഡ്രൈവറൊക്കെ ഉണ്ടോ? എനിക്കൊന്നും വേണ്ട മോളെ, ഞാൻ ബസ്സിന് തന്നെ പോകാം. ദൈവമേ, എനിക്ക് അറ്റാക്ക് വരാതിരിക്കണേ. എടാ ദിനേശ, തേങ്ങ വെട്ടിയിട്ട് 2 ദിവസമായി. നീ എത്ര പ്രാവശ്യം ഇടാ വിളിക്കുന്നത്? നിനക്ക് തേങ്ങ വേണമെങ്കിൽ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കും വിൽക്കും. ആ ശരി എന്നാ. എന്റെ ദൈവമേ, ആകപ്പാട് കൊളവാക്കുവോ? തേങ്ങ എടുക്കാൻ വേണ്ടി ദിനേശിനെ കൊണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാറണമെന്നാണ് എവിടെ പോലെ എന്റെ പുറകെ വരുന്നത്. നീ എന്തിനാ മോളെ ഇവിടെ വന്ന് നിക്കുന്ന? പുഴയോർത്ത കാറ്റാ, കറുത്തു പോകും. വേഗം വീട്ടിൽ പോയി ഇരിക്കാൻ നോക്ക്. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആന്റി നോക്കിക്കോളാം. അല്ല ആന്റി, അവിടെ തേങ്ങയൊക്കെ പറിച്ചിട്ടിരിക്കല്ലേ, അത് ലേലത്തിനടുക്ക് ആരെങ്കിലും വരുമോ നോക്കാൻ വന്നതാ. അയ്യോ, അതിനൊന്നും മോള് ബുദ്ധിമുട്ടണ്ട. തേങ്ങ വിറ്റിട്ട് പൈസ ആന്റി അവിടെ കൊണ്ട് എത്തിക്കാം. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യല്. എല്ലാ പ്രാവശ്യം അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതല്ല ആന്റി, ഇത്രയും തേങ്ങ അടയ്ക്കൊക്കെ പറിച്ചിട്ടേ ഒരു 35,000 രൂപ കിട്ടുക പറയുമ്പോ ആ കണക്കങ്ങ് ശരിയാകുന്നില്ലല്ലോ. ചിലപ്പോഴേ ആന്റിനെ അവര് പറ്റിക്കായിരിക്കും. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ആന്റി അടുത്ത് വെയിൽ കൊണ്ട് കറക്കാണ്ട് വേഗം വീട്ടിൽ പോയിരുന്നു. ഇത്രയും കാലം ഇതൊക്കെ നോക്കി നടത്താൻ എനിക്കറിയാണെങ്കിലേ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. മോള് വേഗം വീട്ടിൽ പോയിരുന്നോ, അതാണ് എനിക്ക് നല്ലത്. എന്നെ ഇങ്ങോട്ട് അയച്ചതേ ഏട്ടനാ. അതുകൊണ്ട് ഈ കച്ചവടം നടന്നിട്ടേ ഞാൻ ഇനി വീട്ടിൽ പോകുന്നുള്ളൂ. ആന്റി, വെറും കൈയോടെ പോണ്ട കേട്ടോ. ഇത്രയും ദൂരം വന്നതല്ലേ, 2 തേങ്ങ വേണമെങ്കിൽ എടുത്തോ, കറിക്കായില്ലേ. അച്ഛാ, ഇന്നലെ ഏട്ടൻ വിളിച്ചില്ലായിരുന്നോ?
ആ മോളെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേണോ മോളെ? അത് വേണം അച്ഛാ. ഏട്ടനെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് നടത്താൻ പറ്റില്ല. വേറെയും ബിസിനസ്സുകളില്ലേ. അച്ഛൻ ആ ഫാമിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അവിടെ താമസിക്കും ചെയ്യാലോ. എല്ലാരും കൂടെ മോളെ ചതിക്കാൻ നോക്കിയല്ലേ. ഇപ്പൊ കണ്ടില്ല മോൾ ആരായിരുന്നു. അച്ഛനെ വലിയ സന്തോഷം കിട്ടും മോളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. മോളെ കണ്ണനോട് പോയി. ഏട്ടൻ ഇന്നലെ രാത്രി ഒരുപാട് കുടിച്ചിട്ടാ വന്ന്. ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല. മോനെ പാടാ. നീ എന്താടി വിചാരിച്ചത്? വന്നതോ അധികാരം കൈപ്പറ്റാന്നോ? പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? ഇത്രയും കാലം ഏട്ടനെ പറ്റിച്ച് ഒരുപാട് പൈസ കൈക്കലാക്കിയില്ലേ. അതും പോരാഞ്ഞ് ഡെയിലി കുടിക്കാൻ പൈസ കൊടുത്ത് ഒരു കുടിയനാക്കാനല്ലേ നിങ്ങൾ നോക്കിയത്. കുടിച്ചില്ലാണ്ടായ എല്ലാ സ്വത്തും ഒരുമിച്ച് കൈക്കലാക്കാന്ന് വിചാരിച്ചു അല്ലേ? ഓ, അപ്പൊ നീ അതൊക്കെ മനസ്സിലാക്കിയില്ലേ? എന്നാ നീ അറിയാത്ത ഒന്നുകൂടി ഉണ്ട്. അവന്റെ അച്ഛനമ്മയും മരിച്ചത് ഏതോ ലോറിക്കാരെ അറിയാണ്ട് കൊണ്ട് കുത്തിയതല്ല. ചെയ്യിച്ചത് ഞങ്ങളാടി. എല്ലാ മോനെ, എല്ലാ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇവളെ എന്താ ചെയ്യാ? ഇവളെ തീർത്തിട്ട് ആ കുറ്റം എന്റെ തലയിലാക്കാന്ന് വിചാരിച്ചു അല്ലേ? ദൈവം എന്റെ കൂടെയാടാ. അതാണ് നിങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തപ്പോ എന്റെ അച്ഛൻ മുഴുവൻ കേട്ടത്. അങ്കിൾ ഇന്നലെ തന്നെ ഈ കാര്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞതാ. നിങ്ങളുടെ ഈ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മന്റെ ആക്സിഡന്റ് പിന്നിലാണ് നിങ്ങളാന്ന് പറഞ്ഞപ്പോ മുഴുവൻ തെളിവോട് കൂടി നിങ്ങളെ പൊക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇത്രയും പറഞ്ഞേക്ക ഇതിൽ റെക്കോർഡാ. ഇതിപ്പോ എത്തണ്ട അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പൊ വരും. ഇനി കുറച്ചു കാലം അമ്മയും മോനും ജയിലിലെ ഭക്ഷണം കഴിച്ചിരിക്കും. ആ വക്കീലെ, വിധി വന്നോ? രണ്ടാൾക്കും ജീവപര്യന്താ. അപ്പൊ ആ ഡ്രൈവർക്കോ? അതെന്താ നന്നായി. കുറെ തെറ്റ് ചെയ്തല്ലേ. നീ കുറച്ചു കാലം ജയിലിൽ കിടക്കട്ടെ. എന്തായാലും താങ്ക് യു വക്കീലെ. ഒരുത്തിയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് ഏതോ ഒരുത്തിനോട് ഒളിച്ചോടിപ്പോയി. ഇന്ന് വരെ വീട്ടിൽ വന്നിട്ടില്ല. ചെക്കനുള്ളതാണെങ്കിൽ കല്യാണം കഴിഞ്ഞു. അതൊരു കൊണമില്ലാത്ത പെണ്ണ്. ഒരു പണി ചെയ്തു തരില്ല. എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. താരയുള്ളതാണെങ്കിൽ ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. എല്ലാ പണി ആ കുട്ടി ചെയ്യും. പാവം, ഞാൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അതിനുള്ള ഫലമാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അപശക്തി വന്നോ?
സമ്മതിക്കുന്നില്ല. അവൻ പപ്പനെ മോനെ കാറ് പോണ്ടേ?